ഇസ്രായേൽ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തതുകൊണ്ട് ദൈവം അവരെ മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇസ്രായേലിനെ മിദ്യാന്യരും അമാലേക്കരും അവരെ കൂടാതെ കിഴക്കേ ദേശക്കാരും ക്രൂരമായി ഉപദ്രവിച്ചു. മിദ്യാന്യരുടെ എണ്ണം ഇസ്രായേലിനേക്കാളും വളരെ അധികമായിരുന്നു. അവർക്ക് ധാരാളം കന്നുകാലികളും മണൽത്തരി പോലെ എണ്ണുവാൻ കഴിയാത്തത്രയും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. അവർ കൂട്ടമായി വന്ന് ഇസ്രായേലിന്റെ വിളകളും ആടും മാടും എന്നുവേണ്ട ഭക്ഷ്യവസ്തുക്കൾ പോലും കൈവശപ്പെടുത്തിയിരുന്നു. മിദ്യാന്യരുടെ ഈ ദുഷ്ടത കാരണം ഭയപ്പെട്ട ഇസ്രായേൽ ജനങ്ങൾ വീടുകളിൽ പാർക്കുവാൻ കഴിയാതെ പർവ്വതങ്ങളുടെ വിള്ളലുകളിലും ഗുഹകളിലും ഒളിച്ചു പാർത്തു. മിദ്യാന്യരുടെ ക്രൂരത 7 വർഷത്തോളം തുടർന്നത് കാരണം ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടനുഭവിച്ച ജനങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും നിലവിളിക്കുവാനും തുടങ്ങി. അപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് മിദ്യാന്യരിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ ന്യായാധിപനായി ഗിദെയോനെ തിരഞ്ഞെടുത്തു. ഗിദെയോൻ മിദ്യാന്യരുമായി യുദ്ധം ചെയ്യുവാൻ ആളുകളെ കൂട്ടിവരുത്തി. അവർ 32,000 പേർ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ഇസ്രായേൽ തങ്ങളുടെ കൈക്കരുത്തുകൊണ്ടും സൈനിക ശക്തി കൊണ്ടും യുദ്ധം ജയിച്ചെന്ന് വമ്പ് പറയാതിരിക്കേണ്ടതിന് അവരുടെ എണ്ണം കുറയ്ക്കുവാൻ നിശ്ചയിച്ചു. അതിനായി ദൈവം ഗിദെയോനോട് യുദ്ധഭീതിയുള്ളവരെ തിരികെ അയക്കുവാൻ കൽപ്പിച്ചു. അവരിൽ ഭയമുള്ള 22,000 പേർ മടങ്ങിപ്പോയി. ശേഷിച്ചവരെ വെള്ളം കുടിക്കുവാൻ ഉറവയെങ്കിലേക്ക് നടത്തുവാൻ ദൈവം കൽപ്പിച്ചു. അവർ 10,000 പേരും വെള്ളം കുടിക്കുവാനായി വന്നു. ഒരു വിഭാഗം ആളുകൾ മുട്ടുകുത്തി കുനിഞ്ഞു വെള്ളം കുടിച്ചു. മറ്റൊരു വിഭാഗം ആളുകൾ വെള്ളം കയ്യിൽ കോരി നക്കി കുടിച്ചു. നക്കി കുടിച്ചവരെ മാത്രം യുദ്ധത്തിന് തിരഞ്ഞെടുക്കുവാൻ ദൈവം കൽപ്പിച്ചു. അവർ കേവലം 300 പേർ മാത്രമായിരുന്നു. അവർക്ക് ഓരോ കാഹളവും ഓരോ കുടവും കുടത്തിനകത്ത് ഓരോ പന്തവും നൽകുവാൻ ദൈവം കൽപ്പിച്ചു. ഗിദെയോൻ അതൊക്കെയും നൽകുകയും ചെയ്തു. അതിനുശേഷം ദൈവം കൽപ്പിച്ചതനുസരിച്ച് മിദ്യാന്യരുടെ പാളയത്തിന് ചുറ്റും നിന്നുകൊണ്ട് അവരുടെ പക്കലുണ്ടായിരുന്ന കുടമുടച്ച് പന്തം കത്തിച്ച് അത്യുച്ചത്തിൽ കാഹളമൂതി ആർപ്പ് വിളിച്ചു. അത് കേട്ട് പരിഭ്രാന്തരായ മിദ്യാന്യർ നിലവിളിച്ചുകൊണ്ട് പാളയത്തിലുടനീളം പരക്കം പായുവാൻ തുടങ്ങി. അവർ യുദ്ധം നേരിടുന്നു എന്ന് ചിന്തിച്ച് വാളെടുത്ത് പോരടിച്ചു. ഇരുട്ടായതിനാൽ പരസ്പരം കാണാൻ കഴിയാതെ അവർ അന്യോന്യം വെട്ടിവീഴ്ത്തി. അവരിൽ വലിയ വിഭാഗം ആളുകൾ വാളിന്റെ വായ്ത്തലയ്ക്ക് ഇരയായി. ശേഷിച്ചവർ പ്രാണരക്ഷാർത്ഥം ദേശം വിട്ട് ഓടിപ്പോയി. ഇസ്രായേലാകട്ടെ തങ്ങളുടെ ദേശം വീണ്ടെടുക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ദൈവം കേവലം 300 പേർ മാത്രമുള്ള ഒരു ചെറിയ സൈന്യത്തെ കൊണ്ട് വലിയ കൂട്ടമായ മിദ്യാന്യരെ തോൽപ്പിച്ചത്.